കടയിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാട്ടിൽ എത്രയോ വലിയ കുക്കുംബർ നമുക്ക് വീട്ടിൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും. തുടക്കക്കാർക്ക് പോലും വളരെ അനായാസം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് സലാഡ് വെള്ളരി, കക്കരിക്ക, കുക്കുംബർ എന്നൊക്കെ ഇതിനെ പറയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത് വിത്ത് മുതൽ അതായത് വിളവെടുക്കുന്നത് വരെയുള്ള വീഡിയോ ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഗ്രോ ബാഗ് നിറക്കുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് പച്ചില വളങ്ങളും അതുപോലെ തന്നെ കരിയിലയും പിന്നെ കോഴിവളവും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മണ്ണും മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. വിത്ത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ഹൈബ്രിഡ് വിത്ത് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിലും നമുക്ക് 3 ദിവസം കൊണ്ട് തന്നെ മുളച്ച് കിട്ടും. വിത്ത് അധികം താഴ്ചയിലേക്ക് പോകാത്ത രീതിയിൽ ഗ്രോ ബാഗിന്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് താഴ്ത്തി മാത്രം നട്ടു കൊടുത്താൽ മതി. വിത്ത് മുളക്കുന്നത് വരെ ഒരു ദിവസങ്ങളിൽ ചെറുതായുള്ള നന മാത്രം മതി മണ്ണിന്. വിത്ത് പാകി വെറും 3 ദിവസം ആകുമ്പോഴേക്കും എല്ലാ വിത്തും തന്നെ മുളക്കാനായിട്ട് തുടങ്ങും. വിത്ത് മുളച്ചു തുടങ്ങിയാൽ പിന്നെ ചെടിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. വിത്ത് മുളച്ച് ഒരു 5 ദിവസം ആകുമ്പോഴേക്കും 3 പരുവമാവും. ഇതിന് ശേഷം നമ്മൾ പന്തലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ടാങ് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് നിലത്തൂടെ വളർത്തുന്നവർക്ക് നിലത്ത് വളർത്തുകയോ ചെയ്യാം. ഞാനിവിടെ ചെറിയ രൂപത്തിൽ കയർ വെച്ച് കെട്ടിക്കൊടുത്തിട്ട് ഒരു കുറ്റിമരത്തിലേക്ക് പടർത്തി വിടുകയാണ് ചെയ്തിട്ടുള്ളത്. വിത്ത് മുളച്ചു തുടങ്ങിയാൽ പിന്നെ കക്കരിയുടെ വളർച്ച അതിവേഗം പെട്ടെന്നായിരിക്കും കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് കാ പിടിക്കുകയും ചെയ്യും. ഒരു 2 ആഴ്ച പ്രായമാകുമ്പോഴേക്കും നന്നായിട്ട് തന്നെ വള്ളി നന്നായിട്ട് പടരുകയും അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് കായ ലഭിക്കാനായിട്ട് തുടങ്ങും. പൂവും കായും ഒരുമിച്ചാണ് ഇതിൽ നിന്ന് ഉണ്ടാവുക. അത്യാവശ്യം ശ്രദ്ധയോടുകൂടി നന്നായിട്ട് പരിചരിച്ച് വളർത്തുകയാണെങ്കിൽ ഓരോ ഇലയുടെ ഭാഗത്തു നിന്നും ഓരോ കായ് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. വീട്ടിൽ കക്കരിക്ക അല്ലെങ്കിൽ കുക്കുംബറൊക്കെ കൃഷി ചെയ്തവർക്ക് അറിയാം, അത് നന്നായിട്ട് വളരുന്ന സമയത്ത് അത് മുരടിച്ചു പോവുക അല്ലെങ്കിൽ വളഞ്ഞു പോവുക, ഒരു കേട് സംഭവിക്കുക എന്നൊക്കെ. ഇതിൽ നിന്നൊക്കെ പരിചരണം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കക്കരിക്ക ഉണ്ടാവുന്ന സമയത്ത് പൂവിട്ട് കാ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മളൊരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇതിന് മെയിൻ കാരണമായിട്ട് വരുന്നത് ഈ ഒരു ഈച്ച പോലുള്ള വണ്ടാണ്. അത് ഈ ഒരു കക്കരിക്കയിൽ വന്നിട്ട് അതിനകത്തൊരു കുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ മുട്ടയൊക്കെ അതിനകത്ത് നിക്ഷേപിക്കും. അതുമൂലം നമുക്ക് ആ കക്കരിക്ക പിന്നീട് വിളവെടുക്കാൻ പറ്റാത്ത രീതിയിലാവുകയും അത് വളഞ്ഞ രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ ഒരു പൂവിട്ട് കുറച്ച് നീളത്തിലുള്ള കാ ആവുന്ന സമയത്ത് തന്നെ നമുക്കൊരു പേപ്പർ വെച്ച് കവർ ചെയ്യാം, അല്ലെങ്കിൽ ചകിരിയോ മറ്റെന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു ഈച്ചയെ അതിനകത്തേക്ക് കടന്നു വരാതിരിക്കാനായിട്ടുള്ള ഒരു കവറിങ് ഈ ഒരു കക്കരിക്കക്ക് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കക്കരിക്ക നിങ്ങൾക്ക് വീട്ടിൽ വിളവെടുക്കാനായിട്ട് പറ്റും.